ഇഷ്ടപ്പെടാത്ത രേണുസുതി. ഈ തവണ ബിഗ് ബോസ് വന്നെല്ലാം പാഴുകളാണ്. രേണുസുതി എന്താ കാരണം? കുഴപ്പമില്ല, പാഴായിട്ട് ആരെയും തോന്നുന്നില്ല. എല്ലാരും നല്ല കുഴപ്പമില്ല. അനീഷ് അല്ല, വാണീഷ്. വാണീഷ് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഗ് ബോസില് അക്ബറിനെ ഇഷ്ടമാണ്. അക്ബർ നല്ലപോലെ കളിക്കുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെടാത്ത ആരായിരിക്കും? ഇഷ്ടപ്പെടാത്ത രേണുസുതി. എന്താ കാരണം? പ്രത്യേകിച്ച് അവരുടെ ക്യാരക്ടർ വളരെ ഓവറായിട്ട് തോന്നിയിട്ടുണ്ട്. അനീഷൊക്കെ വലിയ കുഴപ്പമില്ല. അനീഷ് കളിക്കുന്നുണ്ട്. പക്ഷെ അകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത അനീഷാണല്ലോ. അകത്ത് ഇഷ്ടപ്പെടാത്തതാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളിയായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആളായിരിക്കും പുറത്ത് പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും, പക്ഷെ നല്ലതായിരിക്കും പുള്ളി. പുള്ളി നല്ലതായിരിക്കും. ഇപ്പോഴും ഒരു ഓവറാണ്, ഭയങ്കര ഓവറാണല്ലേ പുറത്തുള്ള ക്യാരക്ടർ. ഭയങ്കര പുറത്ത് കാണിക്കുന്നത് തന്നെ അതിനകത്ത് കാണിക്കുന്നത് മനസ്സിലായി. ഒരു പ്രോഗ്രാം എന്നുള്ള ഇതിലെല്ലാവരും കാണിക്കുന്നു. ഒരു നാടകമായിട്ട് തോന്നി. അതെ, അവരുടെ ആക്ടിങ് ഒക്കെ കുഴപ്പമില്ല. ബാക്കിയുള്ളവരും എന്താ പറയണ്ട, കുഴപ്പമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം അക്ബറിനെയാണ്. ഷാനവാസ് കുഴപ്പമില്ല, അവരുടെ ക്യാരക്ടർ കുഴപ്പമില്ല. എനിക്ക് ഓവറായിട്ട് തോന്നുന്നത് രേണുസുതി ആണല്ലേ. അത് പറയാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമുള്ള ആളെ തന്നെ ജയിക്കണമെന്നായിരിക്കും. എനിക്ക് അക്ബറായിരിക്കും. ഇഷ്ടപ്പെട്ട കണ്ടന്റ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും രേണുസുതി എന്താ കാരണം? കുഴപ്പമില്ല, നല്ലൊരു കുഴപ്പമില്ല, കളിക്കുന്നുണ്ട്. പാവാണെന്ന് തോന്നിയ പുറത്ത് കണ്ട പോലെ അല്ല, ആള് കുഴപ്പമില്ല. ഏറ്റവും വെറുക്കുന്ന കണ്ടസ്റ്റന്റ് അങ്ങനെ വെറുത്തായിട്ട് ആരുമില്ല. അനീഷൊക്കെ എങ്ങനെയുണ്ട്? അനീഷും വലിയ കുഴപ്പമില്ല, കളിക്കുന്നുണ്ട്. പുള്ളി കാര്യമായിട്ടെല്ലാം പറയാം. എന്നാൽ ഇഷ്ടപ്പെടാത്ത ആരായിരിക്കും? അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആരും ഇല്ല. ഇപ്പൊ കണ്ടുവരുന്നതല്ലേ ഉള്ളു. എല്ലാരും നല്ലതാണ്. എല്ലാരും ശാരിക ചേച്ചിയും കുഴപ്പമില്ല. എല്ലാരും കളിക്കുന്നുണ്ട് നല്ലപോലെ. ഏറ്റവും ഇഷ്ടം രേണുവിനെ. ഇപ്രാവശ്യം വാഴയായിട്ട് ആരുമില്ല. വാഴയായിട്ട് ആരെയും തോന്നുന്നില്ല. എല്ലാരും നല്ല കുഴപ്പമില്ല. ചേട്ടന്റെ അഭിപ്രായത്തിൽ ആരായിരിക്കും വിന്നർ? എനിക്ക് തോന്നുന്നത് രേണുസുതി ആയിരിക്കും. രേണുസുതി ചാൻസ് ഉണ്ട്. ചേച്ചി കാണാറില്ലേ? ചേച്ചി എന്തെങ്കിലും ഹലോ ചേട്ടാ, ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറുണ്ടോ? ആരെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്? ശരിക്കും ബിഗ് ബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. എന്നാലും പെട്ടെന്ന് പറയാം. ശരിക്കും ജാനും മണി പറഞ്ഞ പോലെ തന്നെ ഈ തവണ ബിഗ് ബോസ് വന്നെല്ലാം പാഴുകളാണ്, തറകളാണെന്ന് തന്നെ പറയാം. അതിനകത്ത് 3 പേരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഇതിനു മുമ്പ് തന്നെ ബിഗ് ബോസിൽ വരുന്നപ്പോൾ തന്നെ പ്രേക്ഷകർ പ്രീതി നേടിയ ഷാനവാസ്. ഓൾറെഡി തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, കുങ്കുമപ്പൂ സീരിയലിലൂടെ രുദ്രനായിട്ട് വന്ന കഥാപാത്രമാരെയാണ് ഷാനവാസ്. അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളി എന്താ പറയുക, അതിനകത്ത് ആ സീരിയലിനകത്ത് മരിച്ചു പോകും. ആ ഒരു സമയത്ത് ഒത്തിരി അമ്മമാർ ഹോസ്പിറ്റലൈസ് ആയ ഒരു സമയം കൂടെ ആണ്. കാരണം അത്ര പ്രേക്ഷകർ ഏറ്റെടുത്തൊരു കഥാപാത്രമാണ് ഷാനവാസും. ആ രുദ്രനും ഷാനവാസിനെ ഇഷ്ടമാണ്. അതിനകത്ത് 3 പേരാണ് നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നത്. അനീഷ് അല്ല, വാണീഷ്. അതായത് അനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വന്നപ്പോൾ തന്നെ പുള്ളിയെ എല്ലാവരെയും ഒരു വെറുപ്പിക്കുന്ന ഒരു ഇതിലാണ് കയറി വന്നത്. ഭയങ്കര നെഗറ്റീവ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു അഹങ്കാരിയാണ്. ഞാൻ പല ബിഗ് ബോസ് കണ്ടാണ് ഇത്ര അഹങ്കാരം. എനിക്കൊന്ന് റോക്കിക്ക് പോലും ഇത്ര അഹങ്കാരം ഇല്ലായിരുന്നു. അത് അവന്റെ ഗെയിം കളിയല്ലേ? അത് അവന്റെ ഗെയിം കളിയാന്ന് വെച്ചാൽ ഇത്ര മനുഷ്യരെ വെറുപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ആരും ഇങ്ങനെ വെറുപ്പിക്കുന്നതൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, പിന്നെ 3 പേരാണ് ഇതിനകത്ത് ഏറ്റവും നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നത്. രണ്ടാമത് പറയുകയാണെങ്കിൽ മലയാള പ്രേക്ഷകർക്ക് അറിയാവുന്ന തന്നെ ഇന്റർവ്യൂലൂടെ ഫേമസ് ആയി നമ്മുടെ ശാരിക ചേച്ചി വന്നുകൊണ്ട് ഒന്നും കൂടെ ബിഗ് ബോസ് കളർഫുള്ളാക്കി. പിന്നെ അതേപോലെ തന്നെ രേണുസുതിയൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും മലയാള പ്രേക്ഷകർ താരമൂല്യം അല്ലാതെ ഒട്ടും എന്താ പറയുക അപരിചിത ആൾക്കാരെ ഇവർ 3 പേരും ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ബിഗ് ബോസ് വന്ന് നിലനിൽക്കുന്നത്. ഏറ്റവും വെറുപ്പിക്കുന്ന എന്തോ സവോള ഉള്ളി ഏതാണ്ടൊക്കെ ആരൊക്കെ ഉണ്ടല്ലോ, ധോണിയനെ പുള്ളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് ഒരു പ്രേക്ഷകർ കാണുന്നത് രേണുസുതി, ശാരിക, ഷാനവാസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും അവർക്ക് റേറ്റിംഗ് കിട്ടത്തുള്ളൂ. ഇവർ 3 പേരും ബിഗ് ബോസിൽ ഇല്ലെങ്കിൽ എനിക്കൊന്ന് ബിഗ് ബോസിന്റെ മാർക്കറ്റ് തീർച്ചയായിട്ടും ഇടിഞ്ഞു പോകും. ഇവർ 3 പേരും ഉള്ളതുകൊണ്ടാണ് പ്രേക്ഷകർ വീണ്ടും കാണാൻ. അനീഷിനെ തീരെ ഇഷ്ടമല്ല. ഗെയിമാണെന്ന് പറഞ്ഞാലും അനീഷിനൊക്കെ ഒരു ഉൾക്കൊള്ളാൻ പറ്റില്ല. ഭയങ്കര അഹങ്കാരം തരുന്ന ഒരു ഇതാണ്. പുള്ളി ഏതാണ്ട് വലിയ ബുക്കും ഏതാണ്ടൊക്കെ വലിയ ഏതാണ്ട് അത് പുള്ളിയുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പുള്ളിയാണ് ഏറ്റവും എനിക്കിഷ്ടമല്ലാത്ത ഒരു വ്യക്തി. എനിക്കിഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ല, ഒന്നെങ്കിൽ ഇല്ലാത്ത ഫ്ലാറ്റ് ഏതാണ്ട് ഉണ്ടല്ലോ, അത് മിക്കവാറും ഷാനവാസും ഉണ്ടോ.
ഫസ്റ്റ് പിന്നെ അതേപോലെ തന്നെ വേറെ രണ്ടുപേരുണ്ട് കേട്ടോ, അത് ഞാൻ വിട്ടുപോയി. ആദില നൂറ്, അവരും നല്ല പോലെ എന്താ പറയുക പെർഫോം ചെയ്യുന്നതാണ് കേട്ടോ ബിഗ് ബോസിനകത്ത്. അവരും നല്ല പോലെ ഇതാണ്. മൊത്തം 5 പേരാണ് നല്ല ആൾക്കാരായിട്ടുള്ളത്. ആരോടാ ക്രഷ് ഉള്ളത്? ആരോടെന്നൊക്കെ വേണമെങ്കിൽ എന്താ പറയുക, നൂറയാ? അങ്ങനല്ല, എനിക്ക് ഏറ്റവും അതിനകത്ത് ഇഷ്ടമുള്ള 5 പേരെയാണ്. നൂറ, ആദില, പിന്നെ ഷാനവാസ്. ജിസേൽ എങ്ങനെയല്ലേ? ജിസേൽ മറ്റേ വെളുത്ത അതാരാണ്? ദുബായ്ക്കാരി, മുംബൈക്കാരി. പുള്ളിക്കാരിയുടെ ഇത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയാം, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 5 പേരാണ് ഇഷ്ടമുള്ളത്. അവര് കഴിഞ്ഞിട്ടേ ഉള്ളു. അവരാരെങ്കിലും ഫ്ലാറ്റ് കൊണ്ട് പോട്ടെ. ഫ്ലാറ്റ് 50 ലക്ഷം കൊണ്ടോട്ടെ. 50 ലക്ഷം രൂപ കൊണ്ടോട്ടെ, കപ്പ് കൊണ്ടോട്ടെ. അവർ 5 പേര്. ബാക്കി എല്ലാവരൊക്കെ ജാൽമണി പറഞ്ഞ പോലെ പാഴ്. ജാൻമണിയുടെ ഒരു ആരാധകനായിരുന്നു. ജാൽമണിയെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ബിഗ് ബോസിൽ നിന്നൊക്കെ കഴിഞ്ഞ തവണ എനിക്ക് കഴിഞ്ഞ തവണ 2 തവണയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ജാൽമണി, അതേപോലെ തന്നെ സിജോ. ജാൽമണിയൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ പ്രേക്ഷകർ ബിഗ് ബോസ് കണ്ട്. ഇപ്പോഴും ജാൽമണി എവിടെ നടന്നു പോയാലും ജാൽമണിക്ക് ചുറ്റും ക്യാമറയുടെ ബഹളമാണ് ബിഗ് ബോസിൽ. രേണുസുദിനെയൊക്കെ ഇഷ്ടമാണ്. ആരെ ഇഷ്ടം? ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ശരിക്കും അറിയത്തില്ല ആരൊക്കെയാ. ആരാ? രേണുസുതി ഉണ്ട്, ശാരിക ഉണ്ട്, അനുമോളുണ്ട്. അനുമോളുണ്ട്. ആരൊക്കെ ഇഷ്ടം? അനുമോൾ ഇഷ്ടമാണ്. സ്റ്റാർ മാജിക്കില്ല അതേപോലെ. ഏറ്റവും ഇഷ്ടപ്പെടാത്ത ആരായിരിക്കും? അങ്ങനെയില്ല. ഇല്ല. അനീഷൊക്കെ എങ്ങനെയുണ്ട്? അനീഷിനെയൊക്കെ ഇഷ്ടമാണ്. ബഹളം വെക്കുമെങ്കിലും ഇല്ലല്ലേ? ഇഷ്ടമല്ല. വാർത്ത കേൾക്കും, സിനിമ പോലും കാണത്തില്ല. ഓക്കെ. വാർത്ത കേൾക്കും. ശരി.